യെസ് ഹലോ ഡിയേഴ്സ്. അപ്പൊ എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഒരു ഷോർട്ടാ ചാപ്റ്റർ ആയ ന്യൂ നമ്പേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണല്ലേ, നന്നായി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നേരെ തന്നെ ക്വസ്റ്റ്യൻസുകളിലോട്ട് പോകാലോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്നും മിസ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു നമ്പർ തരുവാണ്, ഞാനിപ്പോ വെറുതെ 5 എഴുതി കഴിഞ്ഞാൽ അതിന് മുന്നിൽ ചിഹ്നങ്ങളൊന്നുമില്ല, അതിനർത്ഥം അവിടെ എന്തുണ്ടെന്നാണ്, പ്ലസ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, വെറുതെ ഒരു ചിഹ്നവും ഇല്ലാതെ നമ്പർ മാത്രമാണെങ്കിൽ അതിന് മുന്നിൽ പ്ലസ് ഉണ്ട്. അതായത് 5 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, ഇനി 5ന് മുന്നിൽ മിസ് ഒരു മൈനസ് ചിഹ്നം ഇട്ട് കഴിഞ്ഞാലോ അതെന്തായിരിക്കും, അവനൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലെ. ഇനി -3, 3ന് മുന്നിൽ നെഗറ്റീവ് ചിഹ്നം ഉണ്ടെങ്കിൽ അവൻ എന്ത് നമ്പർ ആണ്, അവനൊരു നെഗറ്റീവ് നമ്പർ ആണ്. അതല്ല മിസ് വെറുതെ 3 എഴുതിയാൽ അതെന്തായിരിക്കും, അവൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി 3ന് മുന്നിൽ പ്ലസ് ഇട്ടാലും അവൻ എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു നമ്പർ, ഒരു സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്, അവന്റെ മുന്നിലുള്ള ചിഹ്നം നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇതിലെ ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഓപ്റ്റ് ചെയ്യാട്ടോ. ആൻഡ് ഒരു കാര്യം കൂടി മിസ് ജസ്റ്റ് പറഞ്ഞോട്ടെ, നമുക്ക് ഇതേ ടോപ്പിക് അഥവാ ഈ ഒരു നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലുമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതില് അഡീഷൻ, സബ്ട്രാക്ഷൻ മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത വർഷം പഠിക്കാം കേട്ടോ. 9ാം ക്ലാസ്സിലെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അഡീഷൻ, സബ്ട്രാക്ഷൻ വേണം എന്നുള്ള കുട്ടികളാണെങ്കിൽ അവിടെ വരെ ഒന്ന് ക്ലാസ് കാണാം. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ ക്ലാസ് അത് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോയേക്കാം. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. നമുക്ക് നോക്കാം എത്രയാണ് 6+2. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. 6+2 എത്രയാണ്, 8 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി 2 പേരും മൈനസ് ആണെങ്കിലോ, 2 പേരും മൈനസ് ചിഹ്നമാണ് അല്ലെ. 2 പേരും മൈനസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 പേരും നമ്മൾ കൂട്ടുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോ 6+2 8 എന്ന് വരും. 2 പേരുടെയും ചിഹ്നം എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് -8 എന്ന് ഉത്തരം വരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. -10 -3. നോക്കിയേ, 10ന് മുന്നിലും മൈനസ് ആണ്, 3ന് മുന്നിലും മൈനസ് ആണ് അല്ലെ. 2 പേരും ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 പേരെയും തമ്മിൽ കൂട്ടുക, 13. 2 പേരുടെയും ചിഹ്നം മൈനസ് ആണ്, സോ -13 എന്ന് ഇട്ട് കൊടുക്കാം. സിമ്പിൾ അല്ലേ. ഇനി 2 പേരും 2 നമ്പേഴ്സിന്റെ മുന്നിൽ വേറെ ചിഹ്നം വന്നാൽ നമുക്ക് നോക്കാം. -5 +3. നോക്കിക്കേ, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 5 ആണോ 3 ആണോ വലുത്, 5. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. വലുതിന്റെ ചിഹ്നം 5ന് മുന്നിൽ എന്ത് ചിഹ്നമാണ്, മൈനസ്. സോ ഉത്തരം -2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര വരും? അതാ നോക്കിയേ, -8 + 3. 8 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. വേറെ ചിഹ്നം വന്നാല് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 8 ആണ് വലുത് 3നേക്കാൾ. 8ൽ നിന്ന് 3 കുറച്ചാൽ 5. വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -5 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പക്ഷെ നമുക്ക് കുറെ മെത്തേഡ്സ് അല്ലെങ്കിൽ 2-3 മെത്തേഡ്സിലൊക്കെ ഇവനെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. ഏത് ചെയ്താലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ. ഓക്കെ, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. വീണ്ടും മിസ് പറയുന്നുണ്ട്, ഇത് ഞാൻ ഒരു 1-2 എക്സാമ്പിൾ വെച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്ലാസ് കാണുക. ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. ആൻഡ് ഒരു കാര്യം കൂടി ഒന്ന് വിട്ടുപോയി, -2 + 2. ഇവിടെ നോക്കിക്കേ, ഒരേ നമ്പർ തന്നെ 2 ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കട്ട് ചെയ്ത് ഉത്തരം 0 എന്ന് എഴുതാം. ഓക്കെ ആണോ? രണ്ടും വേറെ ചിഹ്നം വന്നാൽ നമ്മൾ പഠിച്ചു വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമാണ് ഇടേണ്ടത്. ഇപ്പോൾ 2ൽ നിന്ന് 2 കുറച്ചാൽ 0 തന്നെയാണ് അല്ലെ. വലുതും ചെറുതൊന്നുമില്ല, 2 പേരും സെയിം ആളുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ -3 + 3 എത്രയായിരിക്കും, 0 ആയിരിക്കും. -4 + 4 എത്രയായിരിക്കും, 0. -ബുക്ക് + ബുക്ക് 0. -പേന + പേന 0. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരേ ആളുകൾ തന്നെ മൈനസും പ്ലസും വന്നാൽ നമുക്ക് അവരെ കട്ട് ചെയ്തിട്ട് എന്താക്കാം, 0 എന്ന് എഴുതാം. കാരണം നമുക്ക് ഇവരെല്ലാവരും ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ.
കുഞ്ഞിതാണെന്നൊന്നും കണ്ട് വിലയിരുത്താൻ നിൽക്കരുത്. കാരണം ഇവരെല്ലാവരും നമുക്ക് വലിയ ക്ലാസ്സിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ ആവശ്യമുണ്ട് കേട്ടോ. ഇവരെല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാട്ടോ മിസ് ഇത്ര എന്താണ് സീരിയസ് ആയിട്ട് തന്നെ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൽ ചെയ്തു പോകാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് മെത്തേഡിൽ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തിയറി ആയിട്ട് പറഞ്ഞ് ചെയ്യാം, അല്ലാതെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. എല്ലാത്തിനും രണ്ട് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, 5 - 9 ഇവിടെ നോക്കിക്കേ. 5 എന്ന് പറയുന്നതിന് മുന്നിൽ സൈനൊന്നുമില്ല, അതിനർത്ഥം 5 പോസിറ്റീവ് ആണെന്നാണ്. 9 മുന്നില് മൈനസ് ഉണ്ട് അല്ലെ, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. ഇവിടെ 5 ആണോ 9 ആണോ വലുത്? 9. 9ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? 4. 9ന്റെ ചിഹ്നം മൈനസ്, സോ -4 എന്ന് ഉത്തരം വരും. പെട്ടെന്ന് കിട്ടിയില്ല, തിയറി വെച്ച് നമ്മൾ പറഞ്ഞപ്പോ. ഇനി അതല്ലാതെ നമ്മളോട് ചോദിക്കുവാണ് 5 - 9 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 9ൽ നിന്ന് 5 കുറയ്ക്കാൻ അറിയാം, പക്ഷെ 5ൽ നിന്ന് 9 കുറയ്ക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9ൽ നിന്ന് 5 കുറയ്ക്കാൻ അറിയാം, അതിന് മുന്നിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -9ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? 4. കണ്ടോ, എങ്ങനെ ചെയ്താലും നമ്മൾക്ക് ആൻസർ കറക്റ്റ് ആയി തന്നെ വരും. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. 6 - 10. 6 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, 10 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 10 ആണോ 6 ആണോ വലുത്? 10. 10ൽ നിന്ന് 6 കുറച്ചാൽ 4, വലുതിന്റെ ചിഹ്നം മൈനസ്, അതുകൊണ്ട് -4 എന്ന് ഉത്തരം വരും. അതല്ലാതെ സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? 6 - 10. 10ൽ നിന്ന് 6 കുറയ്ക്കാൻ അറിയാം, പക്ഷെ 6ൽ നിന്ന് 10 കുറയാൻ കുറച്ച് പാടാണ് അല്ലെ. അപ്പൊ നമുക്ക് 10ൽ നിന്ന് 6 കുറയ്ക്കാം, പക്ഷെ എന്തിട്ട് കൊടുക്കണം? മുന്നിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് -4. കണ്ടോ, കറക്റ്റ് ആൻസർ തന്നെ വന്നത് കണ്ടോ? സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. ദാ 1/2 - 3/4. നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ പറയും അല്ലെ, എന്താണ് 1/2 കിലോ എന്താണ് ഉള്ളി, അല്ലെങ്കിൽ എന്താണ് 3/4 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 1/2 കിലോ 1/4 കിലോ 3/4 ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഒരു കേക്കിന്റെ പകുതിയാണ് 1/2 അല്ലെ, ഇതാണ് 1/2. ഇനി 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനെ 4 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന് 3 പകല് 4, 3/4. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/2ൽ നിന്നും 3/4 കുറയ്ക്കാം. അപ്പൊ നോക്കിക്കേ, 1/2 എന്ന് പറയുന്നത് മുന്നില് സൈനൊന്നുമില്ല, അതുകൊണ്ട് അവൻ പോസിറ്റീവ് ആയിരിക്കും. 3/4 മുന്നില് എന്ത് ചിഹ്നമാണ്? നെഗറ്റീവ് ആണ്. രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ എന്താണ് സൈൻ ഇടണം. ഓക്കെ ആണോ? അതായത് ഇതാ നോക്കാം, 3/4 നിന്ന് അല്ലെ, 3/4 ഏറ്റവും വലുത് അല്ലെ. ഇതാ നോക്കിയേ, ഇതാണ് 3/4, 4ല് 3 ഭാഗം അല്ലെ. ഈ 3/4 നിന്നും 1/2 കുറയ്ക്കണം. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഭാഗം നമുക്ക് കുറയ്ക്കണം അല്ലെ. ഇതാ 1/2 ഭാഗം കുറച്ചാൽ ബാക്കി എത്ര വരും? 1/4 ഭാഗം കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? 3/4 ഇത്രയും വരച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 3/4 ഉണ്ട്, 3/4 1/2 പോയാൽ ബാക്കി 1/4 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ എത്രയാണ്? 1/4 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് 1/4 കിട്ടും അല്ലെ. ഇതാ 1/4 ഷെയ്ഡ് ചെയ്തത് കണ്ടായിരുന്നോ? 1/4 ആണ് കിട്ടുന്നത്. 3/4 മുന്നിലുള്ള ചിഹ്നം മൈനസ്, അതുകൊണ്ട് -1/4 എന്ന് വരും. അതല്ല നമ്മളിപ്പോ സെക്കൻഡ് മെത്തേഡിലാണെങ്കിൽ 1/2 എന്ന് പറയുന്നത് കുറവ്, ചെറുതാണ്, 3/4 വലുത്. അപ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് ആ ഒരു വലുതിന്റെ ചിഹ്നം നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെ പല പല തിയറിയിൽ പറയുന്നതുള്ളൂ കേട്ടോ. നമുക്ക് ഉത്തരം -1/4 തന്നെ വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അപ്പൊ രണ്ടും വേറെ വേറെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. പഠിച്ചല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഈ 1/2, 1/4, 3/4 അറിയാത്ത ആരുണ്ടാവില്ല അല്ലെ. നമ്മൾക്ക് ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. അത് അറിയില്ല എന്ന് പറയരുത്, അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടും വേറെ വേറെ ചിഹ്നങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും വന്നിരിക്കുന്നു. ഇവിടെ പക്ഷേ വലുതാണ് മൈനസ് അല്ലെ, സോറി വലുതാണ് പോസിറ്റീവ്, ചെറുതാണ് മൈനസ് അല്ലെ. ഇവിടെ നോക്കാം, നമുക്ക് -4 + 6, അതായത് രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 6 ആണ് 4നേക്കാൾ വലുത്. 6ൽ നിന്ന് 4 കുറച്ചാൽ 2, വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്, അപ്പൊ +2. അതല്ല വേറെ രീതിയാണെങ്കിൽ നോക്കാം, -4 + 6, അതായത് വലുതാണല്ലേ പ്ലസ് അല്ലെ. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വരുന്നത്. 6ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? -4, അതായത് മൈനസ് ചെയ്യണം. എത്ര? 4 മൈനസ് ചെയ്യണം. ഉത്തരം 2 കഴിഞ്ഞു.
ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം, -8 + 4 അല്ലെ? -8 + 4, ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്, രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 8ആണോ 4ആണോ വലുത്? 8ആണ് വലുത്. 8ൽ നിന്നും 4 കുറയ്ക്കുക, ബാക്കി 4 വരും. 8ന്റെ ചിഹ്നം വലുതിന്റെ ചിഹ്നം മൈനസ്, സോ -4. ഓക്കെ ആണോ? ഇതെല്ലാം ഇത്ര എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടിട്ട് വരാടോ. മിസ് വീണ്ടും വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതിന് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -1/2 + 1/4. അവിടെ നോക്കിക്കേ, ഒരെണ്ണം മൈനസ് ഒരെണ്ണം പോസിറ്റീവ് അല്ലെ? ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ്, രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അതായത് 1/4 അല്ലെ? 1/4 എന്ന് പറഞ്ഞാൽ 1, 2, 3. ഈ 1/4 നിന്നും 1/4 കുറയ്ക്കണം. 1/4 കുറച്ചാൽ ബാക്കി വീണ്ടും എന്ത് തന്നെ വന്നു? 1/4. ഓക്കെ, സോറി, 1/4 അല്ല കുറയ്ക്കേണ്ടത്, 1/2 കുറച്ച് കഴിഞ്ഞാൽ 1/4 കിട്ടും. 1/4. ഇനി 1/4ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് 1/4 എന്ന് ഉത്തരം വന്നു. ഓക്കെ ആണോ? സിമ്പിൾ അല്ലെ? 1/4 നിന്ന് 1/2 കുറച്ച ബാക്കി 1/4, 1/4. ക്ലിയർ? അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ നേരെ തിരിച്ചു വന്നിരിക്കുന്നു. നോക്കാം, 1/4 1/2 വന്നിരിക്കുന്നത്. 1/4 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, 1/2 മുന്നിൽ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 1/4 നിന്നും 1/2 പോയാൽ എത്രയാണ്? 1/4 അല്ലെ? ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ? 1/4. ഇനി വലുതിന്റെ ചിഹ്നം, 1/4 ചിഹ്നം എന്താണ് മുന്നിൽ കിടക്കുന്നത്? മൈനസ് ആണ്. സോ -1/4 എന്ന് ഉത്തരം വരും. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ്, ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് പഠിച്ച് റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടുപേരും ഒരേ ചിഹ്നം വന്നിരിക്കുന്നത്. നോക്കി, -4 -3 ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ വേറെ തിയറീസിലോട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. 4ന് മുന്നിൽ നെഗറ്റീവ്, 3ന് മുന്നിൽ നെഗറ്റീവ്, രണ്ടുപേരും ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുക. 4 3 കൂട്ടിയാൽ 7, എന്നിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കാം, -7. 4 + 3 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 7 ആണെന്ന്. അതേ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. നോക്കിയേ, -4 -3, രണ്ടുപേരും മൈനസ് ആണ്, അവരെ രണ്ടുപേരെയും കൂട്ടുക. 4 3 കൂടി ഇട്ട് കൊടുത്തിട്ട് അവർക്ക് മുന്നിൽ എന്ത് കൊടുക്കുക? മൈനസ് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് -7 എന്ന് ഉത്തരം വരും. രണ്ടുപേരും സെയിം ആയിട്ട് തന്നെ വന്നില്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അടുത്തത് -10 -2, രണ്ടുപേരും മൈനസ് ആണ്. അപ്പൊ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -12. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, പെട്ടെന്ന് കഴിയുന്നുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നോക്കിക്കേ, 1/2 -6.5, അതായത് 1/2ൽ നിന്നും 6.5 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് 6.5ൽ നിന്നും 1/2 കുറയ്ക്കാനാണ്, പക്ഷെ ഇവിടെ 1/2ൽ നിന്നാണ് 6.5 കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? മുന്നിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് നോക്കാം. 1/2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, 6.5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 6.5ൽ നിന്നും 1/2 കുറയ്ക്കണം, എന്നിട്ട് വലുതിന്റെ ചിഹ്നം 6.5യുടെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, മൈനസ് ഇട്ട് കൊടുത്തു. 6.5ൽ നിന്നും 1/2 കുറയ്ക്കാം. അപ്പൊ നോക്കി, അരയും പോയി, അരയിൽ 1/2 പോയപ്പോ 1/2 പോയി. ബാക്കി 6ൽ നിന്നും 1 കുറച്ചാൽ ബാക്കി എത്രയാണ്? 5. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. നമുക്ക് 5 എന്ന് തോന്നുന്നു, -5 എന്ന് തോന്നുന്നു. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -25 -3.5, അതായത് 25ന് മുന്നിലും മൈനസ് ആണ്, 3.5ക്ക് മുന്നിലും മൈനസ് ആണ്. രണ്ടുപേരും ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. 25ഉം 3.5യും കൂട്ടിയാൽ 25 + 3 28, പിന്നെ ഒരു അരയും കൂടി ഉണ്ടല്ലേ, 28.5. 28.5 കിട്ടി. രണ്ടുപേരുടെയും ചിഹ്നം മൈനസ് ആണ്, സോ -28.5. പെട്ടെന്ന് ആൻസറിലോട്ട് എത്തി. ക്ലിയർ ആണോ? രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടുപേരെയും കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുത്തു. രണ്ടുപേരെയും കൂട്ടുമ്പോൾ 28.5, അവരുടെ ചിഹ്നം മൈനസ്, സോ -28.5 എന്ന് ആൻസർ വന്നു. കഴിഞ്ഞു. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നും പറയാനില്ല നമുക്ക്, ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് വന്നിരിക്കുന്നു.
മൈനസ് അര മൈനസ് കാൽ, 1/4 എന്ന് പറഞ്ഞാൽ കാലാണല്ലോ. അപ്പൊ രണ്ടുപേരും ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, അര എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ കൂട്ടണം കേട്ടോ. കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് മിസ്സിനെ പെട്ടി എന്താണ് കേക്ക് മുറിക്കുന്ന നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഫ്രാക്ഷൻ മെത്തേഡ് പറഞ്ഞു തരുന്നത്. അര അല്ലെ, രണ്ടുപേരെയും തമ്മിൽ കൂട്ടുക, രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഓക്കെ, അര എന്ന് പറഞ്ഞാൽ ഇതാ പകുതി അല്ലെ, ഈ ഒരു സർക്കിളിന്റെ പകുതിയാണ്. ഇനി കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഭാഗവും കൂടി വന്നു. ഇപ്പൊ എത്രയായി? 3/4 3/4 ആയില്ലേ? ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉള്ളവർ ഇതുപോലെ ഒന്ന് വരച്ചു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അറിയാവുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ചെയ്താൽ എത്ര വന്നു? -3/4. മൈനസ് വന്നത് എന്താ? രണ്ടുപേരും അരയും കാലും നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുത്തു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ദാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. -2.5 -1.5. രണ്ടുപേരും ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. 2-യും 1-യും കൂട്ടിയാൽ എത്രയാണ്? 2 + 1 3, അര + അര അതായത് 1. 3 + 1 എത്രയാ? 4. രണ്ടുപേരുടെയും ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -4 എന്ന് ഉത്തരം വന്നു. സിമ്പിൾ, ഇതും കഴിഞ്ഞു. ക്ലിയർ ആവുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. പെട്ടെന്ന് കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവന്റെ ആൻസർ എത്ര വരുമെന്ന് ഞാനിപ്പോ പറയാം. ഞാൻ അധികം കമന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വേണ്ട, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരാം. -3.5 + 3.5. മീൻസ് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, മൈനസ് പേന പ്ലസ് പേന, ഒരേ ആളുകൾ തന്നെ നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായി പോകും? നെഗറ്റീവ് ആയി പോകും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, -3.5 + 3.5 ഉത്തരം എന്താണ്? എന്തായിപ്പോയി? 0 ആയിപ്പോയി അല്ലെ. മൈനസ് പേന പ്ലസ് പേന ഉത്തരം എന്താണ്? 0 ആയിപ്പോകും അല്ലെ. രണ്ടുപേരും അതെ ഒരേ ആളുകൾ തന്നെ വേറെ വേറെ ചിഹ്നം വന്നാൽ അവരെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്താക്കാം? 0 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി -3 + 3 ഉത്തരം 0, -10 + 10 ഉത്തരം 0, അതുപോലെ തന്നെ -a + a ഉത്തരം 0. അതുപോലെ തന്നെ ഏതൊരു മൈനസ്, ഏതൊരു നമ്പറും മൈനസും പ്ലസും പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ ഉത്തരം എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ -x + x എത്രയാണെന്ന് കമന്റ് ആയിട്ടൊന്ന് പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ കേട്ടു കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതെനിക്ക് കൂടുതൽ അധികം പറയാനൊന്നും ഉണ്ടായില്ല, കാരണം മിസ് ഓൾറെഡി പറഞ്ഞു ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആ ഒരു തിയററ്റിക് ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ആദ്യത്തെ സെക്ഷൻ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഏതൊക്കെ സെക്ഷൻ ആണ്? രണ്ടും ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ -3 -3 ഒരേ ചിഹ്നം വന്നാൽ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. -4 -2 എത്രയാണ്? 4 + 2 6. രണ്ടുപേരും മൈനസ് ആയതുകൊണ്ട് -6. -10 -4 രണ്ടുപേരും മൈനസ് ആയതുകൊണ്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം പഠിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് -5 + 3. ഇവിടെ രണ്ടും പ്ലസും മൈനസും വന്നാൽ വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 5-ന്ന് 3 കുറച്ചാൽ 2, 5ന്റെ ചിഹ്നം -2 എന്ന് വന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇതേ രീതിയിൽ ഈ രണ്ട് കാര്യങ്ങളെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പർ ആയിട്ട് തന്നെ പഠിക്കുക. ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല കേട്ടോ. കുഞ്ഞു ചാപ്റ്റർ ആണ്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക. ആദ്യത്തെ സെക്ഷൻ മാത്രം കേട്ടോ, അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതൊന്ന് കണ്ട് പഠിച്ച് റെഡി ആയിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ടാറ്റാ, സീ യു, താങ്ക് യു.